ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു 2016 ആപ്പെ സിംഗിൾ യൂസ് 3-ാം മാസം ഉള്ളൊരു വണ്ടി സെയിലാണ്. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബായ നിങ്ങൾക്കാർക്കെങ്കിലും ഈ വണ്ടി ആപ്പെ വണ്ടി ഡീസൽ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇത് ജെന്യൂനായുള്ളൊരു കച്ചവടമാണ്. ഇത് വണ്ടി ആവശ്യമുള്ളവർ മാത്രം ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഈ ഓണറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ ഇതിന് ഇടനിലക്കാരോ ഒന്നുമില്ല, ഡയറക്റ്റ് കച്ചവടമാണ്. കമ്മീഷനോ വേറൊരു ഇതുമില്ല. വണ്ടി ആവശ്യക്കാർ മാത്രം ഈ പുള്ളിയെ ഞാൻ ഇടുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണറുമായി സംസാരിച്ച് നമുക്ക് അറിയാം. എന്നാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എടുക്കുന്നവനും വാങ്ങുന്നവനും ഡയറക്റ്റുള്ള കച്ചവടമാണ്. അപ്പോൾ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളിലും മറ്റു കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. വാങ്ങിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിയ ശേഷം വണ്ടി എടുക്കുക. പിന്നെ വണ്ടി സെയിലായി കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വണ്ടിയാണ്, വേറൊരു കംപ്ലൈൻറ്റും ഇല്ല. ബോഡിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർ, സിംഗിൾ യൂസാണ്. വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ സർവീസ്. പിന്നെ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വണ്ടിയുടെ RC ഓണറായ അമീർ ജാനോട് ചോദിച്ച് നമുക്ക് വിവരങ്ങൾ അറിയാം. അമീർ ഒന്ന് പറഞ്ഞോ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. വണ്ടി 2016 3-ാം മാസം എടപ്പള്ളി SML മോട്ടോഴ്സിൽ നിന്ന് ഡെലിവറി ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇന്ന് വരേക്കുള്ള ടെസ്റ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് എപ്പോഴാണ് തരുന്നത്? ഇൻഷുറൻസ് 2022 3-ാം മാസം 2022 3-ാം മാസത്തിൽ തീരും. പിന്നെ ടെസ്റ്റ് വർക്ക് 2023 ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ഉള്ളത്. അടുത്ത ടെസ്റ്റ് ഉള്ളത് 2023 2 വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റ് ഉള്ളത്. പിന്നെ ഇതിന്റെ CC ഉണ്ട്. CC നിലവിലുണ്ട്. വണ്ടി ഓൾറെഡി ഇപ്പം നിലവിൽ CC ഉണ്ട്, പക്ഷെ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് മാത്രമേ വണ്ടി കൊടുക്കുകയുള്ളൂ. പിന്നെ ഇത് ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിലവിൽ CC ഉണ്ട്. ഈ CC ക്ലോസ് ചെയ്ത് മാത്രമേ ഈ വണ്ടി കൊടുക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡി വർക്കൊക്കെ എവിടെ ചെയ്തേണ? ഇത് 2 വർഷമായിട്ടുള്ളൂ. വരാപ്പുഴയെ കൊടുത്ത് ജെന്യൂനായിട്ട് ചെയ്യിച്ച ബോഡി വർക്കാണ്. 15 വർഷത്തേക്ക് ബോഡി ഹൈറ്റ് കൂട്ടി പണിതാണ്, പ്ലസ് അപ്പോൾസ്റ്ററി. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്തൊരു വാഗണറിൻ്റെ സീറ്റ്, ഇതിൻ്റെ സീറ്റ് കാറിൻ്റെ സീറ്റാണ്. ഇത് എക്സ്ട്രാ കയറ്റിയ സീറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹർമൻ്റെ സെറ്റും 2 പൈനിയറിൻ്റെ സ്പീക്കറും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കിലോമീറ്റർ കണ്ട 1531 കിലോമീറ്റർ. അപ്പോൾ അതായത് 1,00,000 കിലോമീറ്റർ മറിഞ്ഞിട്ട് ഒരു 1531 കിലോമീറ്ററും കൂടി എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സർവീസ് 1,05,000 ഇനി അടുത്ത സർവീസ്. അപ്പോൾ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഓയിലും ചേഞ്ച് ചെയ്യണ്ട. അത്രക്കും വണ്ടി കണ്ടീഷനാണ്. 3 ടയർ, അതായത് ഫ്രണ്ടിൽ ടയർ പുതിയത്, പിന്നെ ബാക്ക് കട്ടയാണ്. ബാക്ക് കട്ട ടയറാണ്. കട്ട ടയർ പുതിയത് ചെയ്ത് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഒരു 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ലെന്നാണ്
പുള്ളി പറയണത്. കാണിച്ചാൽ മതി. ഷോറൂം കണ്ടീഷൻ കണ്ട ബോഡിക്കൊന്നും ഒരു അനക്കവും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഷോറൂം കണ്ടീഷൻ തന്നെ. ലോഡൊന്നും കയറ്റിയിട്ടില്ല, അധികം ബോഡിയൊന്നും ചളങ്ങിയിട്ടില്ല. ലോഡൊക്കെ കയറ്റുകയാണെങ്കിൽ ബോഡിയൊക്കെ ചളങ്ങിയ പോലെ ഇരിക്കും. കണ്ട ബോഡിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അപ്പം ഞാൻ കണ്ടെടുത്തോളം വണ്ടി നല്ല വണ്ടിയാണ്. ആവശ്യക്കാർ ഡയറക്റ്റ് വിളിക്കുക. അമീർജാൻ, ഇതിൻ്റെ മീറ്റർ സീലിംഗ് ഒക്കെ ഇനി എപ്പോഴാ? കഴിഞ്ഞ ബി ക്വാർട്ടറാണ് കഴിഞ്ഞ ജൂണിൽ ചെയ്യേണ്ടത്. കോവിഡിൻ്റെ പ്രതിസന്ധി കാരണം സെപ്റ്റംബറിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ജൂണിലേക്കാണ് ചെയ്യേണ്ടത്, അടുത്ത വർഷം. പിന്നെ എന്താണ് ഷോക്ക് അപ്സർ എന്താണ് മാറിയെന്ന് പറഞ്ഞിട്ട്? എസ്റ്റീമിൻ്റെ ഷോക്ക് അപ്സറും സ്പ്രിങ്ങും, പുതിയ ഷോക്കും സ്പ്രിങ് ആണ് വണ്ടി. എന്ത് വിലയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്? ഈ വണ്ടി ഇപ്പോൾ ലാസ്റ്റ് ഈ കണ്ടീഷനിൽ ഞാൻ 2 ലക്ഷം രൂപക്ക് കൊടുക്കും. ഓക്കെ, എന്തെങ്കിലും നെഗോഷ്യബിൾ എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്തെങ്കിലും വലുതായിട്ടല്ല, എന്തെങ്കിലും നമ്മൾ കുറച്ച് കൊടുക്കും അതിൽ, ഈ 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ നമ്മ വണ്ടിയുടെ അവസ്ഥകളൊക്കെ വീഡിയോയിൽ കണ്ടാണല്ല. ഈ കണ്ടീഷൻ ഇപ്പോൾ കണ്ടിട്ടില്ലേ? ഗുഡ് കണ്ടീഷനാണ് വണ്ടി. ഗുഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആർക്കും പൈസ ഒന്നും മുടക്കേണ്ടി വരില്ല അല്ലേ? ഇല്ല, ഇപ്പൊ ഈ എടുക്കുന്ന ആൾക്ക് ടയർ വരെയും തൊടേണ്ട ആവശ്യമില്ല. പുതിയ പൈസ ഉണ്ടാക്കാം. പിന്നെ സർവീസ് കറക്റ്റ് 1,05,000 സർവീസ്. അപ്പോൾ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുത്ത് ഓടിക്കണ പോലെ അങ്ങോട്ട് തുടങ്ങാം. സാധാരണ നമ്മ ഒരു പഴയ വണ്ടി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാലും ഒരു 10 രൂപയെങ്കിലും അതുമ്പോൾ മുടക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു രൂപയിലും നമുക്ക് ഇതിലിപ്പോ ഓടിക്കൊണ്ട് റണ്ണിങ് കണ്ടീഷനാണ്, ഗുഡ് കണ്ടീഷൻ. ഇപ്പൊ ഓടി കാശുണ്ടാവും. പിന്നെ ബാക്കി ആവശ്യമുള്ളവർ വന്ന് വണ്ടി ഡയറക്റ്റ് ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. ഓക്കെ, ഈ ആപ്പേ ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ RC ഓണറുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.